കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഓക്കേപ്പടി ബീവിപ്പടി റോഡിൽ വലിയ പാറക്കല്ലുകൾ നിരത്തി റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി ആക്ഷേപം. പരിസരവാസികളായ പുരുഷന്മാർ പള്ളിയിൽ പോയ സമയം നോക്കിയാണ് 100 മീറ്ററോളം നീളത്തിൽ വലിയ പാറക്കല്ലുകൾ നിരത്തിയത്. 6 മീറ്റർ മാത്രം വീതിയുള്ള റോഡിൽ വലിയ വാഹനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ പ്ലൈവുഡ് കമ്പനികളുമായി പ്രദേശവാസികൾ ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും വലിയ ചരക്ക് വാഹനങ്ങൾ റോഡിൽ ഇറക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് BJP നെല്ലിക്കുഴി ഏരിയ പ്രസിഡന്റ് സുബേർ ബ്ലാക്കാട്ടുമോളം അറിയിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ ഓക്കപ്പടി ബീവിപ്പടി റോഡിന്റെ ശൂന്യാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2023 മുതൽ ഇവിടെ പ്ലൈവുഡ് കമ്പനി വർക്ക് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നാട്ടുകാരും പ്രക്ഷോഭത്തിലെത്തുകയും അതിനെ ചൊല്ലി ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെടുകയും അതിനുശേഷം ഇവിടെ വിവരാവകാശ നിയമപ്രകാരം നെല്ലിക്കുഴി പഞ്ചായത്തിൽ വിവരാവകാശം വെച്ചപ്പോൾ ഓക്കപ്പടി ബീവിപ്പടി റോഡിന് 6 മീറ്റർ വീതി താഴെയുള്ളൂ എന്നാണ് നമുക്ക് വിവരാവകാശ പ്രകാരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ള രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജരേഖകൾ വരികയും അതിനെതിരെ ഈ നാട്ടുകാർ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പള്ളി പോകുന്ന സമയത്ത് അനധികൃതമായ പാറക്കല്ലും മറ്റിലും കൊണ്ട് ചാടിക്കുകയും അതിന്റെ ഫലമായി റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ട് ആരും ഇതിന്റെ മുന്നിൽ വരികയും ഇതിന് എന്താ നടപടി സ്വീകരിക്കാമെന്നുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്തിട്ടില്ലാത്തതുമാണ്. ഇവിടെ ഈ റോട്ടിൽ നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് ഇവിടെ കമ്പനികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഫലമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും പറഞ്ഞിട്ട് കമ്പനി ഉടമകളിൽ നിന്നും ഭീഷണികളാണ് ആൾക്കാർക്ക് കിട്ടുന്നതാണ് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന റിപ്പോർട്ട്. പിന്നെ മേലധികാരികൾ അറിഞ്ഞ് ഇതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ